എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ഫയൽ നൽകിയിരിക്കുന്നു. നിങ്ങളതിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊക്കെ കൃത്യമായ പ്രൊഡിക്ഷൻ പറയാൻ കഴിയും. നിങ്ങൾക്ക് ആത്മീയ ഉണർവ് ലഭിക്കാൻ പോകുന്നു. ഉറപ്പായും അത് ലഭിക്കുക തന്നെ ചെയ്യും. അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്കതിൽ നിന്ന് കിട്ടും. ആദ്യത്തെ ഫയലും രണ്ടാമത്തെ ഫയലും നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് അഗ്നി ഒരു ഫയലായി തിരഞ്ഞെടുത്തൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയും ശ്രദ്ധിക്കപ്പെടണമെന്നും കത്തിപ്പടർന്ന് രക്ഷപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കാനോ പ്രവർത്തിക്കാതെ ഇരിക്കാൻ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. എവിടെയും ശ്രദ്ധിക്കപ്പെടണം. ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ അഗ്നിയായി തെളിഞ്ഞ് നിൽക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കത് സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നൽകുന്ന ആത്മചൈതന്യം, നിങ്ങളുടെ ശക്തി, നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ആത്മചൈതന്യം അതാണ്. മങ്ങി നിൽക്കുന്നതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. കത്തി ജ്വലിച്ചു നിൽക്കാനാണ് നിങ്ങളുടെ ജീവിത ദൗത്യം. നിങ്ങൾക്കതിന് സാധിക്കുകയും ചെയ്യും. കത്തി ജ്വലിച്ചു നിന്ന് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും മുന്നേറാൻ നിങ്ങൾക്ക് ഈശ്വരൻ ശക്തി നൽകിയിട്ടുണ്ട്. അതിന് നിങ്ങൾ പ്രാപ്തനാണ്. നിങ്ങളതിലേക്ക് സഞ്ചരിക്കുകയാണ് വേണ്ടത്. മടിച്ചു നിൽക്കണ്ട. ഇരുട്ടിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് ലോകത്തെ മുഴുവനും വെട്ടിപ്പിടിക്കുവാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്. നിങ്ങളതിൽ ലക്ഷ്യം നേടുകയും ചെയ്യും. ഇരുള് നിറഞ്ഞ ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ വളരെ പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യാൻ കഴിയുന്ന അതിന് കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങളൊരിക്കലും മടി പിടിച്ചിരിക്കാനോ പിന്നെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി പോകാനോ ഉള്ളതല്ല നിങ്ങളുടെ ജീവിത ദൗത്യം. നിങ്ങൾ പോസിറ്റീവ് എനർജിയോടെ, പോസിറ്റീവായിട്ടുള്ള ശക്തിയോടെ മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ്. അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക, വിജയിക്കുക, ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാക്കുക, ജീവിതത്തിൽ ശക്തി തെളിയിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് നേടാനുണ്ട്. നിങ്ങൾ നേടുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. അഗ്നി അതിൻ്റെ വെളിച്ചം കേവലം അഗ്നിക്കല്ല നൽകുന്നത്, അല്ലെങ്കിൽ അഗ്നിക്കല്ല അതിൻ്റെ ആവശ്യം. അത് നിലകൊള്ളുന്നത് ചുറ്റുപാടുമുള്ള അന്ധകാരത്തിലേക്ക് തുളച്ചു കയറി അവിടെ വെളിച്ചം പകരാനാണ്. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. സ്വയം നിങ്ങളുടെ ഉയർച്ചയും ലക്ഷ്യവും അതിലൂടെ സാധിക്കാനും കഴിയും. നിങ്ങൾക്കൊരിക്കലും എവിടെയെങ്കിലും മൗനിയായിട്ടോ ഒന്നും ഇരിക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രവർത്തിക്കാനുള്ളതാണ്. ഊർജത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകവും സ്രോതസ്സും നിങ്ങളായിരിക്കും. നിങ്ങൾ ഊർജം നൽകുകയും ഊർജം പ്രദാനം ചെയ്യുകയും അത് വഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ എവിടെ ചെന്നും വെട്ടിത്തുറന്ന് സംസാരിക്കുകയും അനീതിക്കെതിരെ പോരാടുകയും ചെയ്യുന്ന നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ കഴിവും പ്രാപ്തിയും ലോകത്തിന് മുഴുവൻ സംഭാവന നൽകാൻ പോകുന്നതാണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കഴിവ് ലോകം അറിയും. നിങ്ങളുടെ ശക്തി ലോകം അറിയും. ലോകം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കത്തിപ്പടർന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ പ്രതീകങ്ങളായ നിങ്ങൾ പോസിറ്റീവ് എനർജിയാണ് മനസ്സിലുണ്ടാവേണ്ടത്. നിങ്ങൾക്കുള്ള ദൗത്യം അത് തന്നെ. പോസിറ്റീവ് എനർജി അത് തന്നെയാണ് നിങ്ങൾ. അല്ലാതെ മടിച്ചിരിക്കേണ്ട. ശക്തമായി മുന്നോട്ട് പോകുക. ഒരു കാര്യവും നിങ്ങളെ പിന്നോട്ടടിക്കേണ്ട. ഒരു ദുഷ്ചിന്തയും ഒരു മോശം ചിന്തയും നിങ്ങളെ പിന്നോട്ടടിക്കേണ്ട. ധീരമായി മുന്നോട്ട് പോവുക. വിജയവും ആർജവവും നിങ്ങൾക്കൊപ്പം തന്നെയാണ്. അടുത്തായിട്ട് രണ്ടാമത്തെ ഫയലായ കിളിക്കൂടും അതിൻ്റെ ഉള്ളിലുള്ള മുട്ടയും ഒക്കെ ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രതീകങ്ങളാണ്. സ്നേഹവും നന്മയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നതിൽ ഒരു മടിയില്ലാത്തൊരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നു. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട്
പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്കെപ്പോഴും ഉണ്ട്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ട്. എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യും. ആരും നിങ്ങളെ വിമർശിക്കില്ല. നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അടുത്ത തലമുറയ്ക്കായിട്ട് നിങ്ങൾ ശാന്തിയോടെയും സമാധാനത്തോടെയും പലതും കരുതി വെക്കുന്നു. നിങ്ങൾ മാനവ നന്മ ആഗ്രഹിക്കുന്നു. സ്നേഹം, വാത്സല്യം, കാരുണ്യം, അങ്ങനെയുള്ള ഒരുപാട് നല്ല വികാരങ്ങളുടെ ഒരു കേന്ദ്രബിന്ദു തന്നെയാണ് നിങ്ങൾ. എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ സൗമ്യതയോടെ തരണം ചെയ്യും. ഒന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളെ കണ്ട് ആരും നിസാരവൽക്കരിക്കുകയും വേണ്ട. കാരണം ജീവിതത്തിൽ ദീർഘവീക്ഷണവും ഈശ്വരചിന്തയും ആത്മീയ ദർശനവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഒരു കാര്യത്തിനും എടുത്തു ചാടി പ്രവർത്തിക്കാതെ കൃത്യമായി ആലോചിച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ളവരിൽ നിന്നും വേഗത നിങ്ങൾക്ക് കുറവാണെങ്കിലും അവസാന ഫിനിഷിംഗ് പോയിന്റിൽ വിജയക്കൊടി ഉയർത്തുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളുടെ മുൻകരുതലുകളും നിങ്ങളുടെ നന്മയും ഹൃദയത്തിൻ്റെ വിശാലതയും നിങ്ങൾക്ക് ശക്തി പകരും. ഒരിടത്തും പിന്നിലാണെന്ന് നിങ്ങൾ ഭയപ്പെടണ്ട. മുന്നിലുള്ളവർ തകർന്നു വീഴുമ്പോൾ പിന്നിൽ കടന്നു പോകുന്ന നിങ്ങൾ വിജയത്തിൻ്റെ കൊടി കയ്യിലേന്തിയിരിക്കും. ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ശക്തിയാണ്. സ്നേഹവും നന്മയും ഈശ്വര അധീനവും ചിന്തയും നിങ്ങൾക്കുണ്ട്. ഈശ്വരൻ നിങ്ങൾക്ക് ശക്തി പകരാനായിട്ട് ചില ആളുകളെ നിങ്ങൾക്ക് സംഭാവന ചെയ്യും. അവർ നിങ്ങളുടെ ശക്തിയായി മാറുകയും അവർ നിങ്ങളുടെ പ്രേരക ഘടകങ്ങളായി മാറുകയും ഒരിക്കലും തോൽക്കാത്ത ജീവിതത്തിൽ നിങ്ങൾ എത്തിപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്. മനസ്സിൻ്റെ നൈർമല്യവും ശുദ്ധതയും വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആത്മവിശ്വാസം കാരിരുമ്പിനേക്കാൾ കരുത്തുള്ളതാണ്. ഈശ്വരൻ കനിഞ്ഞു നൽകിയ ആത്മവിശ്വാസമാണ്. പ്രതിസന്ധികളുടെ ഭയപ്പാടുകൾ കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. ആശങ്കയും അരുത്. ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൗത്യം നിങ്ങളുടെ ഈ സ്വഭാവവും ദർശനവും തന്നെയാണ്. ആരെയും അമിതമായി നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ചില ആളുകൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയെ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇനിയും ചിലർ അത് ശ്രമിക്കുകയും ചെയ്യും. അതിനെ ദൃഢപ്പെടുത്തുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലും ഒക്കെ നന്മയുണ്ട്. പക്ഷേ മറ്റുള്ളവരാൽ നിങ്ങൾ അതിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെടരുത്. മുൻപ് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടതിൻ്റെയും മുമ്പ് നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളുടെയും കഥ നിങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു തരുമ്പ് എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ മുന്നിട്ട് നിൽക്കും. അതാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. പക്ഷെ ഭയപ്പെടാനില്ല. ഈശ്വരൻ കൂടെയുണ്ട്. നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ നന്മയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയാണ്. നിങ്ങളുടെ ദീർഘവീക്ഷണമാണ്. അത് വിജയിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.